സാർ നമസ്കാരം. നമസ്കാരം. ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ട ഒരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി, CJP എന്ന് വിളിക്കുന്നു. ഇത് തീർത്തും ഒരു പിള്ളേര് കളി എന്ന രീതിയിൽ നരേന്ദ്രമോദിയോടും അതുപോലെ തന്നെ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ച് ഒരു ജഡ്ജ് നടത്തിയ പരാമർശത്തിനെതിരെ രൂപം കൊണ്ട ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള വേദി, അങ്ങനെ ഒരു ഫ്രീ സ്പീച്ച് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം ഇന്നിപ്പോൾ അതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം കൈവരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പിറകിൽ ആം ആദ്മി പാർട്ടിയിലുള്ള പലരും നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാജ്യത്തെ ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടിയാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത് എന്ന് ആദ്യം പറയപ്പെട്ടിരുന്നെങ്കിലും അങ്ങനെയല്ല. ഇത് യുവാക്കൾക്കിടയിൽ വളരെ ആഴത്തിൽ വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒരു വിമോചന സമരം പോലെ തന്നെ യുവാക്കൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ജന്തർ മന്ദിറിൽ വലിയ ഭൂകമ്പ സമാനമായ, കലാപ സമാനമായ ഒരു സംഭവം നടക്കുന്നു. കുട്ടികളെ അടിച്ചോടിക്കപ്പെടുന്നു. പോലീസ് അവിടെ നരനായാട്ട് നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇത് ഓർക്കുമ്പോൾ മുൻപ് നടന്ന ഒരു കർഷക മാർച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഹരിയാനയിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ഡൽഹിയിലേക്ക് കാതങ്ങളോളം, കിലോമീറ്ററുകളോളം കാൽനടയായിട്ട് നടന്നു വന്ന കർഷക മാർച്ച്. അവരുടെ കാൽപാദമൊക്കെ കണ്ടെന്ന് നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരാളുടെ നടന്നു വരുന്ന കർഷകൻ്റെ കാൽപാദം വിണ്ടു പൊളിഞ്ഞിട്ട് അവർക്ക് ചെരുപ്പൊക്കെ സ്പോൺസർ ചെയ്യുന്ന ആളുകളെയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. തീർച്ചയായും ഇതിലും ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ ഫ്രീ സ്പീച്ചിന് ഇടം എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്ന് വേണം ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ. ഈ ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം ചെറുതും വലുതുമായ സംഭവങ്ങൾ നോക്കിക്കാണുകയും അതിലെ രാഷ്ട്രീയം മനസ്സിലാക്കുകയും യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്തിനു വേണ്ടിയുള്ളതാണ്, പൗരസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നിരവധി തവണ വിളിച്ചു പറഞ്ഞിട്ടുള്ള നന്ദകുമാർ സാർ ഇതിനെ എങ്ങനെയാണ് ഈ കുട്ടികളുടെ ഈ CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കുട്ടികളുടെ സമരത്തെക്കുറിച്ച് ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? ഇന്ന് ഡൽഹിയിൽ നടന്നത് കൃത്യമായി പറഞ്ഞാൽ മോദി സർക്കാരിൻ്റെ ചരമക്കുറിപ്പായിട്ട് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അത്രയും ഭീകരമായ പോലീസ് മർദ്ദനമാണ്, പോലീസ് ലാത്തിചാർജാണ്, ആക്രമണമാണ് ഡൽഹിയിൽ നടന്നിട്ടുള്ളത്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഞെട്ടിച്ചുകൊണ്ടാണ് CJPയുടെ പ്രവർത്തകർ ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്നറിയില്ല, എല്ലാ ഭാഗത്തും ആളുകൾ എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് പാർലമെൻറ്റ് മന്ദിരത്തിന് മുമ്പാകുകയും അതേപോലെ ജന്തർ മന്ദിറിലടക്കം ഡൽഹിയുടെ എല്ലാ മേഖലകളിലും വൻ റാലിക്കെത്തിയ ആളുകൾ ഒരു സ്ഥലത്തല്ല കേന്ദ്രീകരിച്ച പല ഭാഗങ്ങളിലാണ്. അക്ഷരാർത്ഥത്തിൽ പാറ്റകൾ വരുന്ന പോലെ ആയിപ്പോയി. അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞ വാചകം ശരിയാണ്. പാറ്റകൾ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഡൽഹിയെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പുലർക്കാലം മുതൽ അവിടേക്ക് കുട്ടികൾ ഒഴുകിയെത്തിയത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ് ഇത് വളർന്ന് പന്തലിച്ചപ്പോൾ ഡൽഹിയെ കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിക്കുന്ന രൂപത്തിലേക്ക് ഈ സമരം വളർന്നിരിക്കുന്നത്. തുടക്കത്തിൽ വലിയ ശക്തി ഉണ്ടാവാതിരുന്ന സമരത്തെ നിസ്സാര മട്ടിൽ കണ്ട കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മനസ്സിലായി ഇത് നിസ്സാര മട്ടിൽ കാണേണ്ട സമരമല്ല, ഇത് രാജ്യവ്യാപകമായി ഇവർക്ക് പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് ഇവർ വളരുന്നത്. നിമിഷ നേരം കൊണ്ടാണ് ഇവർ പെട്ടെന്ന് രൂപപ്പെടുന്നത്. നിമിഷ നേരം കൊണ്ടാണ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഇതുവരെ ആരും നേതൃത്വം കൊടുത്തിട്ടല്ല, അവരെ പ്രാക്ടീസ് ചെയ്തിട്ടല്ല ഇവർ വന്നത്. സ്വയം പ്രതിരോധക്കാരായിട്ട് വരികയാണ്. സ്വയം അവർ കാര്യങ്ങൾ പഠിച്ച് ഈ നീറ്റ് പരീക്ഷയിൽ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച ഗുരുതരമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. അപ്പോൾ അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഈ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ പല കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അവർക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം, നീറ്റ് പരീക്ഷ കൃത്യമായി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം ഇത്ര ആളിക്കത്താൻ കാരണം. ഇപ്പോൾ അതിൻ്റെ സീമകൾ കടന്ന് ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത അഹിംസ ആണ് സമരത്തിൻ്റെ മുഖമുദ്രയായെടുത്തത്. അതായത് ഒരു കാരണവശാലും അവർ ഏതെങ്കിലും ആക്രമണമൊക്കെ ഒന്നും അങ്ങോട്ട് പോകില്ല, ആയുധങ്ങൾ ഉപയോഗിക്കില്ല. പകരം അവർ നിരാഹാരമാണ് പ്രധാനമായിട്ട് അതിന് ആയുധമാക്കി ഉപയോഗിച്ചത്. ഇതേപോലെ ഇവിടെ സോനം വാങ്ചുക്ക് അവിടെ നിരാഹാരം ഇരിക്കുകയും
അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് അവസാനം കൊണ്ടുപോയിട്ടും അദ്ദേഹം ഇന്നേ വരെ ഈ നിമിഷം വരെ ഒരു വെള്ളത്തുള്ളി അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിവരം കിട്ടുന്നത്. നിരാഹാരം ഉപേക്ഷിച്ചില്ല മാത്രമല്ല ഇതിൻ്റെ നേതൃത്വം പൂർണ്ണമായിട്ട് അഹിംസയിൽ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അക്രമമല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഗാന്ധിയൻ സിദ്ധാന്തം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമരമാണ് അവർ നടത്തിയത്. ബ്രിട്ടീഷുകാരോട് എങ്ങനെയാണോ സമരം നടത്തിയത് അതേപോലെയുള്ള ഒരു സമര രീതി ഡൽഹിയിൽ ഇളകിമറിഞ്ഞിരിക്കുന്നു. ഇത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തെയും വ്യാപിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം കേന്ദ്രത്തിൽ വലിയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊന്നും കഴിയാത്ത കാര്യമാണ് ഒരു ബന്ധവുമില്ലാത്ത ഒരു പറ്റം ആളുകൾ, കാര്യമായ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ലാത്ത ആളുകളാണ് വിദേശത്ത് നിന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ വരികയും ഇവിടെ അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും അത് വ്യാപകമായ രൂപത്തിൽ ഇന്ത്യയിൽ പ്രകമ്പനം ഉണ്ടാക്കുകയും അത് ഡൽഹിയെ പിടിച്ചു കൊലുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് നിസ്സാരമായി തള്ളാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, അമിത്ഷാ ധർമ്മേന്ദ്ര പ്രസാദുമായി ചർച്ച നടത്തുന്നു. അതേപോലെ BJP അഖിലേന്ത്യാ പ്രസിഡന്റ് ഇപ്പോൾ അമിത്ഷായിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ യാതൊരു പ്രശ്നവുമില്ല, ഇതൊന്നും വലിയ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ലാത്തിച്ചാർജ് നടത്തുകയും അതിക്രൂരമായി ലാത്തിച്ചാർജ് നടത്തുകയും അവിടെയുള്ള ടെൻറ്റുകളെല്ലാം, ഒരു സമരപ്പന്തലുകളെല്ലാം അഴിച്ചു മാറ്റി തകർക്കുന്നതുമായ രംഗങ്ങൾ എല്ലാ TV ചാനലുകളാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗതി കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പോഴാണ് കൂടുതൽ കൈവിട്ടു പോയിരിക്കുന്നത്. അക്രമം കൊണ്ട് വിദ്യാർത്ഥികളെ നേരിട്ട് അവരെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വെട്ടികളുടെ സ്വർഗത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് വേണം കരുതേണ്ടി വരും. കാരണം ഇത് ഇന്നുണ്ടായിട്ടുള്ള രംഗം ലൈവായിട്ടാണ് ഇന്ത്യ മുഴുവൻ കണ്ടിട്ടുള്ളത്, ലോകം മുഴുവൻ കണ്ടിട്ടുള്ളത്. ഇത് ആളിപ്പടരാനാണ് സാധ്യത. ഇന്ത്യ മുഴുവൻ ആളിപ്പടരും. അത് ഈ കേന്ദ്ര ഗവൺമെന്റിന് അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്നുള്ള. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രത്യേകതകൾ കേന്ദ്ര സർക്കാർ തിരിച്ചറിയേണ്ടതായിരുന്നു. അവരതിൽ നടപടി എടുക്കേണ്ടതായിരുന്നു. കുട്ടികളുടെ ആവശ്യം വളരെ ലളിതം തന്നെയായിരുന്നു. ഈ പരീക്ഷ ഇനി ഈ ഒരു സംവിധാനത്തിലൂടെ നടത്താൻ പാടില്ല, ധർമ്മേന്ദ്ര പ്രസാദ് രാജിവെക്കണം എന്നുള്ളതിന് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഒരു അനുരഞ്ജന ചർച്ചയ്ക്കെങ്കിലും ഇവർ വിളിക്കാനുള്ള ഒരു താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇത്രത്തോളം പ്രകോപനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചെന്നതിന് യാതൊരു സംശയമില്ല. അല്ല, അവര് ഇത്രയും അഹങ്കാരവും ഭരണവും ഉണ്ടെങ്കിൽ, പോലീസും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ളതാണ് അവർ കരുതി. പക്ഷെ അതിനെയൊക്കെ മറികടന്നിട്ടുള്ള ജനപ്രളയം, ജനക്കൂട്ടമാണെന്ന് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. ജനസമുദ്രം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 10,000-കണക്കിന് യുവാക്കളാണ് തെരുവിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഇവരെ ആരെങ്കിലും വിളിച്ചു വരുത്തിയതല്ല, സ്വയം ഇറങ്ങി വന്നതാണ്. അത് തീർച്ചയായും അത് 100, 10,000, 10,000 ലക്ഷങ്ങൾ കോടിയിലേക്കും രൂപത്തിലേക്ക് അത് വളർന്നു വരാനാണ് സാധ്യത. ഇന്നലെ വരെ BJP സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോലും ഇതിനെ സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർത്തും നീതിയുക്തമായ ഒരു വിഷയത്തിന് വേണ്ടിയാണ് ഈ കുട്ടികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നുള്ളത് വലിയ എല്ലാവരെയും ആശങ്കപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ മഴ പെയ്യുമ്പോൾ ഈയൽ വരുന്നത് പോലെയാണ് ഇവർ വരുന്നത്. ഒരു കാരണവശാലും ഇവരെ നമുക്ക് പോലീസിനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല, ഒരു ഒഴുക്കിനെ ചെറുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത്രത്തോളം സ്വയം ആർജിതമായ ഒരു പ്രതിരോധ ശക്തിയിലൂടെ കുട്ടികൾ പ്രതിരോധമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സർക്കാരിൻ്റെ കോട്ടകൊത്തളങ്ങൾ കുലുങ്ങുന്നുണ്ട്. അവിടെ ഈ അവരുടെ അകത്തളങ്ങളിൽ ഈ പാറ്റകൾ കയറി നിറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ മുമ്പ് കേൾക്കാറുണ്ട് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ വരും എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം. ഇതൊരു 1000 പേരുള്ള 10,000-കണക്കിന് ആളുകളാണ് ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വളരെ മുൾമുനയിലാണ് പല പ്രശ്നങ്ങൾക്കും. അയോധ്യ അവരുടെ ഏറ്റവും വലിയ അതായിരുന്നു, പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. ഇപ്പം അയോധ്യയാണ് അവരെ ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. അയോധ്യയിലെ കൊള്ള നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഭണ്ഡാരത്തിലെ പണം എണ്ണുന്ന ആളുകൾ 1000-2000 സ്ക്വയർ ഫീറ്റ് വീടാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അല്ല, 1,00,000 കോടിയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വജ്രങ്ങൾ, സ്വർണം, അതേപോലെയുള്ള ഉരുപ്പടികൾ, വിഗ്രഹങ്ങൾ, അങ്ങനെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വിലപിടിപ്പുള്ള സാമഗ്രികളും പണവുമാണ് അവിടുന്ന് മോഷണം പോയിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോമിനികളായ ആളുകളാണ് അവിടെ നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അയോധ്യയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നടപടിക്ക് പോകാൻ കാരണം? അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിയത്. ആ നേരിട്ട് നടത്തിയ കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത്, ലോക്സഭാ ഇലക്ഷനിൽ അവിടെ നിന്ന് ഏകദേശം 39 സീറ്റ് മാത്രമാണ്
പിന്നെ BJP കിട്ടിയിട്ടുള്ളത്. സീറ്റ് ബാക്കി 41 സീറ്റുകൾ ആരുകൊണ്ട് SP-യും കോൺഗ്രസും കൂടി കൊണ്ടുപോയി വലിയ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ യോഗിയുടെ വലിയൊരു കളി നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പുറമെ യോഗി തിരിച്ചടി കൊടുത്തതാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട കാര്യം. ഇപ്പോൾ അയോധ്യ പ്രശ്നം വരുമ്പോൾ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെല്ലാം നരേന്ദ്രമോദി നേരിട്ട് നിശ്ചയിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ കൊള്ളയെക്കുറിച്ച് വരുമ്പോൾ അത് ചെന്ന് പതിക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അതും വടക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. RSS അടക്കം അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഹിന്ദു പരിഷത്ത് അടക്കം അതിനെ ശക്തമായ നീക്കങ്ങൾ നടക്കുമ്പോൾ മോഡി ഗവൺമെൻറ് തുലാസിലേക്ക് പോവുകയാണോ എന്ന് നമ്മൾ ഒരു വാർത്തകൾ വരികയാണ്. കേന്ദ്രത്തിൽ ശക്തമായ പ്രതിപക്ഷമുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സമരം കൂടെ വരുമ്പോൾ വടക്കേ ഇന്ത്യ BJP-യെ കൈപ്പെടുമോ എന്ന് ആശങ്കയോടെ കാണേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ നാട്ടിലിപ്പോൾ പാറ്റകളെ ഓടിക്കാൻ വേണ്ടി ഹിറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. പക്ഷേ ഏത് ഹിറ്റ് അടിച്ചാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ പാറ്റ പാർട്ടികളെ അതിലെ അണികളെ ഓടിക്കാൻ സാധിക്കില്ല. ആ പാറ്റകൾ സജീവമായി തന്നെ നരേന്ദ്രമോദിയുടെ കിടപ്പറയിൽ വരെ ചെല്ലും, അലോരസപ്പെടുത്തും, അസ്വസ്ഥതപ്പെടുത്തും. ഇതിന് കൃത്യമായൊരു തീരുമാനം ഉണ്ടാക്കിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് സൂചി കൊണ്ട് എടുക്കാവുന്നത് ഇപ്പോൾ വലിയ ഒരു കൈക്കോട്ട് കൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് ഇവരുടെ വളർച്ച. പെട്ടെന്നാണ് വളരുന്നത്. മുമ്പ് ജയപ്രകാശ് നാരായണൻ വിഭാവനം ചെയ്ത വിമോചന സമരങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ തുല്യമായിട്ടുള്ള ഒരു സമര രീതിയിലൂടെയാണ് ഇത് വളരുന്നത്. ചിലപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെയും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും.